അപ്പോൾ ഞാൻ ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞിറങ്ങിയേക്കാണ്. നമുക്കൊന്ന് കടയിലൊക്കെ പോകാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കേക്ക് വാങ്ങിക്കാതെ, പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ, ഇവിടുത്തെ ജർമ്മൻ സൂപ്പർ മാർക്കറ്റിൽ ഫ്രോസൺ കേക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അത് ഇവിടെ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഭയങ്കര ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ നാട്ടിലെ പോലെ ക്രീം കേക്കൊന്നും ഇവിടെ അങ്ങനെ കിട്ടില്ല എന്ന് തോന്നുന്നു. കിട്ടുമായിരിക്കും, പക്ഷെ അതൊരു 2-3 ദിവസം മുന്നേയൊക്കെ, ഒരാഴ്ച മുന്നേയൊക്കെ ബുക്കൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മളതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ത്യൻ സ്റ്റോറിൽ പോവാന്ന്. അപ്പം ഒന്നില്ലെങ്കിൽ ഇന്ത്യൻ സ്വീറ്റ്സ് എന്തെങ്കിലും വാങ്ങിക്കാം, കാരണം അതങ്ങനെ ഇവരത്ര കഴിച്ചിട്ടില്ല. അല്ലെങ്കിൽ പ്ലം കേക്ക് വാങ്ങിക്കാം. അതും ഇവർക്കൊരു വെറൈറ്റി ആയിരിക്കും, കാരണം ഇവരങ്ങനെ പ്ലം കേക്ക് കഴിച്ചിട്ടില്ല. ജർമ്മൻസ് അങ്ങനെ. അപ്പം നമുക്ക് നോക്കാം, കിട്ടുമോ ഇല്ലയോ നോക്കാം. ഇന്ത്യൻ സ്റ്റോറിലേക്കാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ ഫുള്ള് വീഡിയോ ഒന്നും എടുക്കുന്നില്ല, ജസ്റ്റ് കുറച്ച് ബിറ്റ്സൊക്കെ കാണിച്ചു തരാം. ഞാൻ വർക്ക് ചെയ്യുന്നത് സ്റ്റുട്ട്ഗാർട്ട് സെൻട്രം തന്നെയാണ് കേട്ടോ. അതായത് ഇതൊരു അത്യാവശ്യം വലിയൊരു സിറ്റിയാണ്. പക്ഷേ ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ മലയിലൊക്കെ വൈൻ യാർഡ്സൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പച്ചപ്പൊക്കെ നമുക്കിങ്ങനെ കാണാം. അതുകൊണ്ട് പ്രത്യേക ഒരു ഭംഗിയാണ് ഇവിടെ. ഒരുപാട് വലിയ വലിയ ബിൽഡിങ്സും അതിന് ചുറ്റും ഇങ്ങനെ മലകളും കൂടെ കാണുമ്പം ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ സിറ്റി സെൻറ്ററാണെന്ന് തന്നെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഒട്ടുമിക്ക ഷോപ്സും ഇതിൻ്റെ ചുറ്റിനും തന്നെയുണ്ട്. അപ്പോൾ അതാ ഞാൻ അങ്ങനെ ഇന്ത്യൻ സ്റ്റോറിലെത്തി. ഇതൊരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെയല്ല, എന്നാൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് സ്പെഷ്യലായിട്ട് ഞാനിവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറ് ഇങ്ങനത്തെ ചായ പലഹാരങ്ങളൊക്കെയാണ്. അതപ്പം ഞാനിവിടെ വന്നത് കേക്ക് നോക്കാനാണെങ്കിലും മാഗിയും പിന്നെ കുറച്ച് സമൂസയുടെ ഒരു ഫ്രോസൺ പാക്കറ്റും ഒക്കെ എടുത്തു. പിന്നെ ഇന്ത്യൻ സ്റ്റോറിലേക്കുള്ള വരവ് ഞാൻ എന്നെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല, കാരണം അത്യാവശ്യം നല്ല റേറ്റാണ് ബാക്കിയുള്ള സൂപ്പർ മാർക്കറ്റ്സ് വെച്ച് നോക്കുമ്പോൾ. കാരണം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരണമല്ലോ, അപ്പം ഇടയ്ക്ക് നമ്മുടെ നാടിനെ ഭയങ്കരമായിട്ടൊക്കെ മിസ് ചെയ്യുക. അപ്പോൾ ഫുഡാണല്ലോ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരാറുണ്ട്. ഇവിടെ ഇങ്ങനെ ഫ്രോസൺ ഫിഷും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ അയല കണ്ടത്. അങ്ങനെ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ അയല എടുക്കാമെന്ന്. ഇത് നല്ല കട്ട പോലെ ഇരിക്കുകയായിരുന്നു കേട്ടോ, നല്ല ഫ്രോസൺ ആയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ തന്നെ പിലോപ്പിയും ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ ഫ്രോസൺ ആയിട്ട്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്, പക്ഷേ നമുക്ക് ആ ഒരു ചോ കിട്ടാനായിട്ട് ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ കേക്ക് വാങ്ങിക്കാനാണ് ഞാൻ പോയതെങ്കിലും ഞാൻ അവിടെ നിന്ന് ഒരു ലഡു വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ ബസ് വന്നു, ഇനി വീട്ടിൽ വെച്ച് കാണാം. പറഞ്ഞില്ലേ ഇതെന്തോ ഗ്രീൻ മറ്റേ മോച്ചയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഇതെന്താണ് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കേക്ക് കട്ടിങ്ങൊക്കെ വളരെ സർപ്രൈസിങ് ആയിരുന്നു. കാരണം എനിക്ക് ഇതുവരെ അങ്ങനെ ചേട്ടൻ കേക്കൊന്നും വാങ്ങിച്ചു തന്നിട്ടില്ല, കാരണം പുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്ര വിശ്വസിക്കാത്ത ഒരാളാണ്. പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും പല ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്കൊക്കെ വാങ്ങിച്ചു തന്നത്. അതിൽ ഞാൻ ഭയങ്കര സന്തോഷമാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും പോത്തുപോലെ വളർന്നിട്ടും എന്താണ് ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന്. എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഭയങ്കര സ്പെഷ്യലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ജനനം, മരണം, അതുപോലെ നമ്മൾ എവിടെ ജനിച്ചു, ഏത് പാരൻസിന് ജനിച്ചു, ഏത് സ്ഥലത്ത്. അപ്പോൾ അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിലൊക്കെ ബ്ലെസ്ഡ് ആണെങ്കിൽ, അതായത് നമുക്ക് നല്ല പാരൻസിനെ കിട്ടി, നമ്മൾ വാറൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തൊക്കെയാണ് ജനിച്ചത്, വളരെ സമാധാനത്തോടു കൂടി ഒരു ഫാമിലിയിലൊക്കെ ജനിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു പോളിസി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളുടെ ലൈഫിലത്തെ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതൊക്കെ എന്ത് കേക്കാണ്, പേരറിയോ? സ്ട്രോബെറിയുടെ ചുവ വരുന്നുണ്ട്, ഈ റാസ്ബെറിയുടെ ചുവ വരുന്നുണ്ട്, പിന്നെ പുളിയുണ്ട്, നല്ല മധുരമുണ്ട്, ആൽമണ്ടിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്.
ഇതാണ് ടോപ്പ്. അല്ല ഇതിന് വേറെ ഈ കേക്കിൻ്റെ ഉള്ളില് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതൊന്നാ ചെറിയൊരു പുളിയൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് ഈ കേക്കിന് ടേസ്റ്റ് വന്നത്. വേറെ ടേസ്റ്റ്. എന്തോ കണ്ടു ഇത് സ്മൂത്ത് ഇങ്ങനെ ഇതാ ബേസ് എന്ന് പറഞ്ഞേ. ബേസ് അതിന് മധുരമുണ്ട്. ഇതിന് നമുക്ക് കേക്ക് എന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ആദ്യം കഴിച്ചപ്പോൾ ഇഷ്ടപ്പെടാതിരുന്നതും ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടതും ആയിട്ടുള്ള കേക്കാണ് ഇത്. ഇതില്ലേ ഇതല്ലെന്ന് പോയതാണോ? ഇതല്ലെന്ന് പോയതാണോ? നമുക്കിതിലെ ടേസ്റ്റ് ഉണ്ട്. ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് എന്ന് പറയാം. പൊളിക്കാൻ വേറൊരു എളുപ്പവഴി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് മനസ്സിലായില്ല. പല ടൈപ്പ് ചോക്ലേറ്റ്. എല്ലാ മാക്രോൺസും പല പല ടൈപ്പാണ്, പല പല ഫ്ലേവറാണ്. എന്താ വെൽവെറ്റാണോ? കണ്ടോ, ഒരു കരിഞ്ഞ ലുക്കുള്ളൊരു മാക്രോൺസ്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരു ക്രീമി ടെക്സ്ചറൊക്കെ ആയിട്ട് കൊള്ളായിരുന്നു സംഭവം. ഞാൻ ഭയങ്കര ഒരു മാക്രോൺ ലവറൊന്നും അല്ല, എന്നിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാത്തിനും ഒരു പ്രത്യേക രുചി ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ പരിപാടികൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പിറ്റേ ദിവസം എനിക്ക് വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ ഓഫീസിൽ ഇന്നലെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച ലഡുവാണ് കൊണ്ടുപോയത്. എനിക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഇവർ വിഷ് ചെയ്യുന്നതൊക്കെ ഒന്ന് കേട്ടോളൂ കേട്ടോ. Herzlichen Glückwunsch zum Geburtstag. Danke dir. Ja, gerne. Herzlichen Glückwunsch zum Geburtstag. Ja, danke dir. Ja, നമ്മുടെ ബർത്ത്ഡേക്ക് ആണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് കൊളീഗ്സിനോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി കമ്പനി മെയിലിൽ വന്ന് കിടപ്പുണ്ടാവും. അതുകൊണ്ട് ഓൾറെഡി ഇവർക്ക് അറിയാം നമ്മുടെ ബർത്ത്ഡേ ആണ് ഇന്നത്തെ ദിവസം എന്നൊക്കെ. അതുകൊണ്ട് ഇത് എൻ്റെ ഒരു കൊളീഗ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്, ഈ ഒരു ചെറിയ തണ്ട് ഫ്ലവേഴ്സ്. നല്ല രസമില്ലേ കാണാനായിട്ട്? അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് ഇവിടെ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യുന്നത്. എന്തായാലും എന്തൊരു വലിയ പേര്. ഇവർ ചിരിക്കാണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കട്ടെ എന്താണ് ഈ പറയുന്നതെന്നൊക്കെ. പക്ഷെ ഇപ്പം എനിക്കറിയാം. അപ്പം ഇന്ന് എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓഫീസിലാണ്. ഇന്നൊരു ഫ്രൈഡേ ആണ്, ഉച്ച വരെയുള്ളൂ. അതുകൊണ്ട് എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ പരിപാടി. എൻ്റെ കൊളീഗ്സിനൊക്കെ ഞാൻ സ്വീറ്റ്സ് ഒക്കെ കൊടുത്തു. അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എന്നോട് പറഞ്ഞത്. ഒച്ച കേൾക്കുന്നുണ്ടോ? ഇത് പുറത്ത് ഞാൻ ജനൽ തുറന്നിട്ടൊക്കെയാണ്, അപ്പോൾ അതാണ് ഒച്ച കേൾക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ സ്വീറ്റ്സൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് എന്നോട് പറഞ്ഞത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. വലിയ അങ്ങനെ ഭയങ്കര മധുരമുള്ള ലഡുവൊന്നും അല്ലായിരുന്നു. പിന്നെ ഞാൻ കാണിച്ചല്ലോ ഇന്നലെ വാങ്ങിച്ച കടയും കാര്യങ്ങളൊക്കെ. അപ്പം ഇന്ന് എനിക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഇറങ്ങും. എൻ്റെ വർക്കൊക്കെ തീർന്നു. ഇന്നൊരു ചെറിയ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെന്താ, അപ്പം ഞാൻ ചെറിയൊരു ഐഡിയ തരാം. ഇപ്പം നമ്മൾ ജർമ്മനിയിൽ ഇങ്ങനെ വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിലെ പോലെ എല്ലാം അങ്ങനെ സെയിം ഒന്നുമല്ല ഇവിടെ. അപ്പം ഒരാൾക്ക് ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അയാളെ അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്യാൻ പാടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പം ഇപ്പോൾ വേറൊരാളുടെ ബർത്ത്ഡേ ആണെന്നിരിക്കട്ടെ, അപ്പോൾ നമ്മൾ ആരെയും അവരെ പോയിട്ട് അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പാടില്ല. അത് ഇവർ ഭയങ്കര ഒരു ബാഡ് ലക്കായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഗിഫ്റ്റും അങ്ങനെ അഡ്വാൻസ് കൊടുക്കാൻ പാടില്ല എന്നതാണ്
ഇൻ കേസ് നിങ്ങൾ ഫ്രണ്ട്സിനോ കൊളീഗ്സിനോ ഒക്കെ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അവർ ആ ബർത്ത്ഡേയുടെ ഡേറ്റ് വരെ അത് തുറന്നു നോക്കത്തില്ല. അതെന്തോ ബാഡ് ലക്കാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇങ്ങനെ കുറേ വിശ്വാസങ്ങളൊക്കെ. അപ്പോൾ ഇവരുടെ വിശ്വാസം അതാണ്. അതുപോലെ തന്നെ ബർത്ത്ഡേ ഉള്ള ആൾ കേക്ക് കൊണ്ടുപോകണം. അതുകൊണ്ട് അതും ഒരു ട്രഡീഷനാണ്. ഇവർക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്ത കേക്ക്, അതായത് സ്വന്തമായിട്ട് ബേക്ക് ചെയ്ത കേക്ക് കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് സമയമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കടയിൽ നിന്ന് സ്വീറ്റ്സ് വാങ്ങിച്ചിട്ട് വന്നത്. ഇനി അധികം സമയം കളയാണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ കേട്ടോ. ഇറങ്ങിയിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യണമെന്നൊക്കെ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 7 to 5 വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഒരു 6 മണിക്ക്, രാവിലെ 6 മണിക്കൊക്കെ ഇറങ്ങണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യാനും ബാക്കി എല്ലാ സമയവും ഞാനിങ്ങനെ ടൈം സ്കെഡ്യൂൾ ചെയ്താണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയൊരു എഫേർട്ട് എടുത്തില്ല. കാരണം ഇത് കുറച്ച് കൂടുതൽ പേർക്ക് ബേക്ക് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ സ്വീറ്റ്സ് വാങ്ങിച്ചത്. അപ്പോൾ അതാണ് എൻ്റെ ചെറിയ കഥൻ്റെ കഥ. ചുമ്മാ പറഞ്ഞ കേട്ടോ. ഇവിടുത്തെ ഫയർ എഞ്ചിനൊക്കെ ഉടുക്കത്തെ ഒച്ചയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഇതാ നമ്മളെങ്ങനെ വീട്ടിലെത്തി. ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും ചേട്ടൻ നല്ല കിടിലൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ചിക്കനൊക്കെ ഫുള്ളായിട്ടൊരു ദം മോഡലിലായിരുന്നു ആ ബിരിയാണി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഫുഡൊക്കെ കഴിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. ഒരു കുട്ടി വ്ളോഗായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണാൻ വരേക്കും. Cheers.